സാറ്, വിഴിഞ്ഞം മംഗലാപുരം റിംഗ് റോഡ് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന് 1.5 വർഷം കഴിഞ്ഞിട്ടും മറ്റ് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല സാർ. എൻ്റെ നിയോജക മണ്ഡലത്തിൽപ്പെട്ട വിഴിഞ്ഞം, വെങ്ങാനൂർ, ബാലരാമപുരം വില്ലേജുകൾ ഉൾപ്പെടെ 24 വില്ലേജുകളിലായി 7000-ഓളം ഭൂ ഉടമകളെ ബാധിക്കുന്ന ഒരു സുപ്രധാനമായ വിഷയമാണ് സാർ. ഈ കാര്യത്തിൽ നോട്ടിഫിക്കേഷൻ 3D നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പല വില്ലേജുകളും 3A വന്നതിന് ശേഷം 3D നോട്ടിഫിക്കേഷൻ വരാത്തത് കൊണ്ട് 24 വില്ലേജുകളിൽ 11 എണ്ണത്തിൽ മാത്രമാണ് ഇപ്പോൾ നടപടികൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം, കേന്ദ്ര ഗവൺമെൻറ് 45 മീറ്റർ വീതിയിലാണ് ഈ റോഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അതിൽ സർവീസ് റോഡിന് വേണ്ടിയിട്ടുള്ള നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള കോസ്റ്റും ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള 50% കോസ്റ്റും സംസ്ഥാനം വഹിക്കണം എന്നാണ് കേന്ദ്രം പറഞ്ഞിരിക്കുന്നത്. ഈ സംബന്ധിച്ച് GSTയും റോയൽറ്റിയും ഒഴിവാക്കിയാൽ അത് സമ്മതിക്കാമെന്ന് കേന്ദ്രം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് സംബന്ധിച്ചൊരു ചർച്ച നടത്തുകയോ തീരുമാനമോ ഇതുവരെയും ആയിട്ടില്ല സാർ. ഇതുപോലെ ഭൂ ഉടമകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭൂമി ക്രയവിക്രയം ചെയ്യാനോ അല്ലെങ്കിൽ ലോൺ എടുക്കാനോ മറ്റ് യാതൊരു രീതിയിലുമുള്ള കാര്യങ്ങൾ നിർവഹിക്കാൻ അവർക്ക് കഴിയുന്നില്ല. മാത്രവുമല്ല, വിഴിഞ്ഞം വില്ലേജിൽപ്പെട്ട 73 വീടുകൾ സർക്കാർ ആനുകൂല്യം, ലൈഫ് ഉൾപ്പെടെയുള്ള പദ്ധതികൾ വച്ചിട്ടുള്ളതാണ് സാർ. അവർക്ക് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്ന നഷ്ടപരിഹാരം വച്ചാണെങ്കിൽ അവർക്ക് പുതുതായി സ്ഥലം വാങ്ങി വീട് വയ്ക്കാൻ കഴിയാത്ത സാഹചര്യം. അപ്പോൾ ആ ഒരു കേസ് പ്രത്യേക കേസായി പരിഗണിച്ചുകൊണ്ട് ഗവൺമെൻറ് അവർക്ക് ന്യായമായി ഭൂമി വാങ്ങി നൽകി വീട് വയ്ക്കാനുള്ള ഒരു പ്രത്യേക പാക്കേജ് അനുവദിക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് സാർ. ഇതിനാവശ്യമായി സാർ ആദ്യഘട്ടത്തിൽ 1797 കോടി രൂപയാണ് കോമ്പൻസേഷൻ കൊടുക്കാൻ വേണ്ടിയുള്ളത്. കഴിഞ്ഞ ബഡ്ജറ്റിൽ 1000 കോടി വകയിരുത്തി ഒന്നും കൊടുത്തില്ല. ഈ ബഡ്ജറ്റിൽ ഒന്നും വകയിരുത്തിയിട്ടില്ല സാർ. ഇങ്ങനെ വരുമ്പോൾ ഇത് നീണ്ടുപോവുകയും ഈ ഭൂമി ഉടമസ്ഥന്മാർക്ക് നഷ്ടപരിഹാരം ലഭിക്കാതെ പോവുകയും ചെയ്യും. അതുകൊണ്ട് അടിയന്തരമായി അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കണം. ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രിക്ക് വേണ്ടി ബഹുമാനപ്പെട്ട കൃഷി മന്ത്രി. സാർ, തിരുവനന്തപുരം ജില്ലയിൽ വിഴിഞ്ഞം മുതൽ നാവായിക്കുളം വരെയുള്ള 77.7 കിലോമീറ്റർ ദൂരം ദേശീയപാത 866 വേണ്ടി ഭൂമി ഏറ്റെടുക്കുന്നതിനായി 28/10/2022 3A വിജ്ഞാപനം SO 5065 കേന്ദ്ര ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുകയും 11 വില്ലേജുകളിലെ 100 ഹെക്ടർ ഭൂമി ഏറ്റെടുക്കുന്നതിന് 3D വിജ്ഞാപനം പ്രസിദ്ധീകരിച്ച് അവാർഡ് എൻക്വയറി നടത്തി രേഖകൾ ഭൂ ഉടമകളിൽ നിന്നും വാങ്ങി സ്പെഷ്യൽ തഹസിൽദാർ ഓഫീസിൽ സൂക്ഷിച്ചിട്ടുള്ളതുമാണ്. മെയിൻ കാരിയേജ് വേ 45 മീറ്ററിന് ഭൂമി ഏറ്റെടുക്കുന്നതിന് ആവശ്യമായ തുകയുടെ 50% ഷെയർ ചെയ്യുക, സംസ്ഥാന GSTയും റോയൽറ്റിയും ഒഴിവാക്കുക, 45 മീറ്ററിനുള്ളിൽ സർവീസ് റോഡ് നിർമ്മിക്കുന്നതിനുള്ള ചിലവ് സംസ്ഥാന സർക്കാർ വഹിക്കുക എന്നീ വ്യവസ്ഥകൾക്ക് വിധേയമായിട്ടാണ് ഭാരത്മാല പരിയോജനയുടെ കീഴിൽ ഉൾപ്പെടുത്തി പ്രസ്തുത പദ്ധതിക്ക് മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ് അംഗീകാരം നൽകിയിട്ടുള്ളത്. എന്നാൽ ഭൂമി ഏറ്റെടുക്കുന്നതിന് ആവശ്യമായ തുകയുടെ 50% ഷെയർ സംസ്ഥാന സർക്കാർ വഹിക്കുക, സംസ്ഥാന GSTയും റോയൽറ്റിയും ഒഴിവാക്കുക എന്ന വ്യവസ്ഥകൾക്ക് സർക്കാർ തത്വത്തിൽ അനുകൂലമായ തീരുമാനം കൈക്കൊണ്ടുകൊണ്ട് അംഗീകാരം നൽകിയിട്ടുണ്ടെങ്കിലും സാധാരണഗതിയിൽ ദേശീയപാത അതോറിറ്റിയാണ് ദേശീയപാതകളോടനുബന്ധമായ സർവീസ് റോഡ് നിർമ്മിക്കുന്നത് എന്നതിനാൽ ഔട്ടർ റിംഗ് റോഡിൻ്റെ കാര്യത്തിലും ദേശീയപാത അതോറിറ്റി തന്നെ സർവീസ് റോഡ് നിർമ്മിക്കുന്നതിനുള്ള ചെലവ് വഹിച്ചുകൊണ്ട് ആയത് സംസ്ഥാന സർക്കാർ വഹിക്കണമെന്ന് നിബന്ധന ഒഴിവാക്കണമെന്ന് സർക്കാർ ആവശ്യത്തിന്മേൽ നാഷണൽ ഹൈവേ അതോറിറ്റിയുമായി ചർച്ച നടന്നു വരികയാണ്. ഈ വിഷയത്തിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളാത്തതിനാൽ 3D ബാക്കിയുള്ള 12 വില്ലേജുകളിൽ പ്രസിദ്ധീകരിച്ചിട്ടില്ലാത്തതുമാണ്. ആകെ ഭൂമി ഏറ്റെടുക്കേണ്ട 23 വില്ലേജുകളിൽ ബാക്കിയുള്ള 12 വില്ലേജുകളുടെ 3D ഭൂമിരാശി പോർട്ടലിൽ അപ്ലോഡ് ചെയ്തുവെങ്കിലും 3D വിജ്ഞാപനം കേന്ദ്ര സർക്കാർ പ്രസിദ്ധീകരിച്ചിട്ടില്ലാത്തതിനാൽ 3A കാലാവധി 27/10/2023 റദ്ദായി പോയിട്ടുള്ളതാണ്. ദേശീയപാത അതോറിറ്റി പ്രോജക്റ്റ് അംഗീകരിച്ച് കത്ത് നൽകിയാൽ വീണ്ടും 12 വില്ലേജുകളുടെ ഭൂമി ഏറ്റെടുക്കലിനായി 3A വിജ്ഞാപനം ഭൂമിരാശി പോർട്ടലിൽ അപ്ലോഡ് ചെയ്ത് കേന്ദ്ര ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് ആക്ഷേപങ്ങൾ സ്വീകരിച്ച് 3C വിചാരണ നടത്തി വീണ്ടും 3D ഭൂമിരാശി പോർട്ടലിൽ അപ്ലോഡ് ചെയ്ത് ദേശീയപാത വിഭാഗം അംഗീകരിച്ച് കേന്ദ്ര ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതാണ്. ശേഷം ദേശീയപാത അതോറിറ്റിയിൽ നിന്നും ഫണ്ട് ലഭ്യമാക്കുന്നതും 23 വില്ലേജുകളുടെ 3G ദേശീയപാത വിഭാഗം അംഗീകരിക്കുന്നതും അവാർഡ് പാസാക്കി നഷ്ടപരിഹാരം വിതരണം ചെയ്ത് ഭൂമി റോഡ് നിർമ്മാണത്തിന് ഏറ്റെടുത്ത് കൈമാറുന്നതുമാണ്. വിഴിഞ്ഞം മുതൽ നാവായിക്കുളം വരെയുള്ള നിർദ്ദിഷ്ട ഔട്ടർ റിംഗ് റോഡിൻ്റെയും വികസന ഇടനാഴിയുടെയും സമയബന്ധിതമായ നിർമ്മാണം ഉറപ്പാക്കുന്നതിനുള്ള എല്ലാ നടപടിയും സർക്കാർ സ്വീകരിക്കുന്നതാണ്.